മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം അഥവാ റബീഉൽ അവ്വൽ 12-ൻ്റെ ആഘോഷങ്ങൾ കൊണ്ടാടാത്തവരൊന്നും സുന്നികളല്ല എന്നുള്ളതാണ് പരക്കെയുള്ള ആരോപണം. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് സുന്നത്ത്, ആരാണ് സുന്നികൾ? പ്രവാചകൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നവർ സുന്നികളാണോ? ഒരിക്കലും അല്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥമായ പ്രവാചകൻ്റെ സുന്നത്ത് പിൻപറ്റി ജീവിച്ചവരാരും പ്രവാചകൻ്റെ ജന്മദിനം കൊണ്ടാടിയിട്ടില്ല. സുന്നത്ത് എന്ന് പറഞ്ഞാൽ, സുന്നി എന്ന് പറഞ്ഞാൽ സുന്നത്തിനെ പിന്തുടർന്നവനാണ് സുന്നി. മഹാനായ ഇബ്നു ഹജറുൽ അസ്കലാനി ഫതുൽ ബാരിയിൽ ഒന്നുകൂടെ മനോഹരമായി വിശദീകരണം തന്നു. മാ ജാഅ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അഖ്വാലിഹി വ അഫ്ആലിഹി വ തഖ്രീരിഹി വമാ ഹമ്മ ബിഫഅലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ചെയ്തു തന്ന കാര്യങ്ങൾ, ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗനാനുവാദങ്ങൾ, ഇതിനാണ് സുന്നത്ത് എന്ന് പറയുക. ഈ സുന്നത്തിനെ സ്വീകരിക്കുന്നവരാണ് സുന്നികൾ എന്ന് പറയുന്നവർ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കലും റബീഉൽ അവ്വൽ 12 ആഘോഷിക്കാൻ പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുക്കുന്ന ഒരു നബിദിന ഘോഷയാത്രയും, ആ ഘോഷയാത്രയിൽ പ്രവാചകന്റെ കവി ഷാഇർ റസൂൽ ഹസാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈരടികൾക്ക് മധുരശബ്ദത്തിൻ്റെ ഉടമ ബിലാൽ ബിൻ റവാഹയുടെ ഗാനാലാപനത്താൽ ഒരു നബിദിന ഘോഷയാത്ര അൻസാറുകളുടെ കുട്ടികളുടെ ദഫിൻ്റെ അകമ്പടികളോടെ ഒരു യാത്ര പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മൗനാനുവാദം കൊടുക്കുക എന്ന ഒരു സംഗതി പോലും ഈ വിഷയത്തിൽ കടന്നു വന്നിട്ടില്ല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ, ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്കത് ആഘോഷിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആഘോഷിക്കും എന്ന രീതിയിലുള്ളൊരു സംസാരമോ ആ വിഷയത്തിൽ കടന്നു വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഇത് സുന്നത്തിൽപ്പെട്ടതല്ല. അപ്പോൾ അങ്ങനെയുള്ള ആചാരത്തിന് വിളിക്കുന്ന പേര് ബിദ്അത്ത് എന്നാണ്. അത് ആഘോഷിക്കുന്നവർ ബിദ്അഇകളാണ്, അഥവാ പുത്തൻ ആചാരത്തിൻ്റെ ആളുകളാണ്.